الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. من يرد الله به خيرا يفقهه في الدين. صدق رسول الله صلى الله عليه وسلم. على قدر علم المرء يعظم خوفه، فلا عالم إلا من الله خائف. وآمين مكر الله بالله عارف، وخائف مكر الله. وآمين مكر الله بالله خائف، وآمين مكر الله بالله جاهل. السلام عليكم ورحمة الله وبركاته. നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമായ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ബഹുമാന്യരായ ഉസ്താദവറുകൾ അടക്കം സ്റ്റേജിയിലും വേദിയിലുമുള്ള ബഹുമാന്യരായ ഉലമാക്കൾ, ഈ നാട്ടിൻ്റെ നല്ലവരായ നേതാക്കൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, മറ്റ് സഹോദരങ്ങൾ, കൂടുതൽ നീട്ടി സംസാരിക്കേണ്ട ഒരു സന്ദർഭമല്ലെന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഉസ്താദുകൾ ക്ഷണിച്ചതിന് വേണ്ടി, ആവശ്യപ്പെട്ടതിന് വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ പറയുക, അതാണ് ഞാൻ ഇപ്പോൾ കരുതിയിട്ടുള്ളത്. നമ്മളെ നുസ്രത്തുൽ ഇസ്ലാം ബദർ കമ്മിറ്റി അതിൻ്റെ 50ാമത്തെ വാർഷികമാണ് ഈ പ്രാവശ്യം ഇവിടെ നാം ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മഹാനായ ഷെയ്ഖുന പേരോട് ഉസ്താദ്, അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ബഹുമാനപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. തുടക്ക ദിവസമായ ഇന്നലെ ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്ന് നല്ല അർത്ഥവത്തായ പഠനാർഹമായ ദീർഘനേരത്തെ പ്രഭാഷണം ബഹുമാനപ്പെട്ടവരുകൾ ഇവിടെ നടത്തി. എനിക്ക് നേരിൽ വന്ന് നിങ്ങളെ കൂടെ ഇരുന്ന് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തടസ്സം നേരിട്ടത് കൊണ്ട് വരാനായില്ല. എങ്കിലും എൻ്റെ പുരയിലിരുന്ന് ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണം ലൈവ് മുഖേന ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹുവെ, ബഹുമാനപ്പെട്ടവരുടെ ആ ദീർഘനേരത്തെ ഉപദേശം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ 50ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇന്ന് പകൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പും മറ്റ് പല കാര്യങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി. പല രോഗികളും ഇവിടെ വന്ന് ഇവിടെ ടെസ്റ്റ് നടന്ന്
വന്നപ്പോൾ എനിക്കും ടെസ്റ്റിൻ്റെ ആവശ്യം വന്ന് കണ്ണിന് ഇന്നലെ മുതൽ പ്രശ്നം. അപ്പം ഞാനും കണ്ണിന് ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്ന് എഴുതി. നമ്മളെ മദനി ഉസ്താദ് സ്ഥലത്തോട് പോയി മെഡിക്കലിൽ പോയി ആ മരുന്ന് കൊണ്ടുവന്ന് ആ മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് എത്തിയത്. അങ്ങനെ ഒരുപാട് രോഗികൾക്ക് ഉപകരിക്കുന്ന ഒരു ക്യാമ്പ് ഇന്നിവിടെ നടന്ന് എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാം അള്ളാഹു എല്ലാത്തിനും തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അള്ളാഹ് അടുത്ത രാത്രി മഹാനായ ബദറുൽ സാദാത്ത് മഹാനായ സയ്യിദ് വറുകളെയാണ് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഉസ്താദ് വറുകൾ പറയുന്നത് കേട്ടു, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ മഗ്‌രിബിന് തന്നെ ഇവിടെ എത്തും അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തങ്ങളവരുകൾ മഗ്‌രിബിന് എത്തുന്ന സമയത്ത് നമ്മളെന്താണം ആ സമയത്ത് തന്നെ ഇവിടെ എത്തണം. എത്തിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണം കേൾക്കണം, ബഹുമാനപ്പെട്ടവരുടെ ദുആയിൽ കൂടണം. അങ്ങനെ എല്ലാ നിലക്കുമുള്ള ഖബൂലിയത്തോടുകൂടി പരിപൂർണമായ വിജയത്തോടുകൂടി നമ്മുടെ ഈ 50-ാം വാർഷിക പരിപാടി ഇവിടെ പൂർത്തിയാകണം. അള്ളാഹു ആ നിലക്ക് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി ഇപ്പോൾ ഈ സ്റ്റേജിൽ വെച്ച് നടക്കാൻ പോകുന്നത് നമ്മുടെ മഹല്ലത്തിലുള്ള ബിരുദധാരികളായ 39 ഉലമാ. ഉസ്താദുകൾ പറഞ്ഞു ഒരു ബിരുദധാരിയും കൂടി വന്നാൽ 40 മുശാവറ അംഗമായി. അൽഹംദുലില്ലാഹ്, ഇത്രയധികം ഉലമാ ഉള്ള മഹല്ലാണ് എന്ന് ഈ മഹല്ലിനെ കുറിച്ച് അറിഞ്ഞത് ഇന്നാണ്. നമ്മളെ സർക്കള മഹല്ലിൽ ഇത്രയധികം ഉലമാ ഉണ്ട്, ബിരുദധാരികളായ ഉലമാ ഉണ്ട് എന്ന് അറിഞ്ഞത് ഇന്നാണ്. വലിയ സന്തോഷമായി. അള്ളാഹു നമ്മുടെ ഉലമാവിനെ എല്ലാം ഉഖ്റവിയായ ഉലമാവിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹിൻ്റെ പരിശുദ്ധ ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പരിപൂർണമായ ഇഖ്ലാസോടുകൂടി ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും നമുക്കും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ പഴയ കാലം മുതൽക്ക് ബന്ധമുള്ള ഒരു നാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 83-ലാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ നിന്ന് ഞാൻ ബിരുദം വാങ്ങി വന്നത്. 83-ൽ. അപ്പോ എനിക്ക് അപ്പോൾ പ്രായം 24-ആണ്. 83-ൽ പട്ടിക്കാട് കോളേജ് ഞാൻ സനത് വാങ്ങി വരുന്ന സമയത്ത് എനിക്ക് പ്രായം 24-ആണ്. പിറ്റേത്തെ കൊല്ലം അല്ല, അതിൻ്റെ പിറ്റേത്തെ കൊല്ലം 25-ാം വയസ്സിൽ അല്ലെങ്കിൽ 26-ാം വയസ്സിൽ ഇവിടെ വന്ന് ഞാൻ 2 ദിവസം അത് പറഞ്ഞിട്ടുണ്ട്. ചെറിയ പള്ളി, ഓടിട്ട ചെറിയ പള്ളി. അപ്പോൾ വയസ്സുള്ളവർ അത് ചിലപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാകും. നമ്മളെ മുസാജാർ ഏതായാലും ഓർമ്മിക്കുന്നുണ്ടാകും. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അതുപോലെ വയസ്സുള്ള ആരെല്ലാം ഉണ്ടവർക്കെല്ലാം ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അപ്പം അന്ന് മുതൽക്കേ ഉള്ള ഇടയ്ക്കിടെ ഒരു ക്ഷണവും വരലും പോക്കെല്ലാം അന്ന് മുതൽക്കേ ഉള്ളൊരു ബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഉലമാനെ ബഹുമാനിക്കുക എന്ന ഒരു വിഷയമാണ്. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി മലായിക്കത്തിനോട് അള്ളാഹ് കൽപ്പിച്ച സംഭവം ഖുർആനിലുണ്ട്. ആ സുജൂദ് ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കലാണ്. എന്തിൻ്റെ പേരിലാണ് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ബഹുമാനിച്ചത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനിക്ക് ധാരാളം ഇൽമ്
അള്ളാഹു കൊടുത്തു. എല്ലാ ഓരോ വസ്തുക്കളുടെയും പേരുകളടക്കം മാത്രമല്ല അതിൻ്റെ പ്രയോഗങ്ങൾ അടക്കം ആദം നബി അലൈഹിസ്സലാമിക്ക് അള്ളാഹു ഇൽമു കൊടുത്തു. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ മലായിക്കത്തിനെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ച് ബഹുമാനിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഇൽമ്, ആ ഇൽമിനെ കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൽമിൻ്റെ അഹ്ലുകാരെ ബഹുമാനിക്കുക എന്നത് ഈ ലോകത്തിൻ്റെ ഉത്ഭവം മുതൽക്ക് നടന്നു വരുന്ന ഒരു ഏർപ്പാടാണ്. ഇത് ഇന്നോ ഇന്നലെയോ ആരെങ്കിലും കണ്ടുപിടിച്ചൊരു ഏർപ്പാടല്ല. അംബിയാ മുർസലിങ്ങളുടെ അനന്തരാവകാശികളെന്ന് മുസ്തഫായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇത്തരം ഉലമാനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് പണ്ട് മുതൽക്കേ നടന്നു വന്ന ഒരു നല്ല ഏർപ്പാടാണ്. ഇൻഷാ അല്ലാഹ് ആലിമീങ്ങളെ നമുക്ക് ബഹുമാനിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ നിർബന്ധമായ കടമയാണ്. അവരുടെ മഹത്വങ്ങളും ബഹുമാനങ്ങളും ഒക്കെ പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. അത്രത്തോളം നീട്ടിപ്പറയേണ്ട സമയം ഇപ്പോൾ അല്ല. ഏതായിരുന്നാലും ഉലമാനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ്. അള്ളാഹിൻ്റെ കോടിക്കണക്കിന് അടിമകൾ, ആ അടിമകളെ കൂട്ടത്തിൽ അള്ളാഹിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുന്നത് ഈ സമുദായത്തിലുള്ള ഉലമാ ആണ് എന്ന്. അതുകൊണ്ട് തന്നെ അത്തരം ഉലമാനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു അമലാണ്, ഒരു കർമ്മമാണ്. നമ്മുടെ 50-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു ഏർപ്പാട് ഇവിടെ വെച്ചത് വളരെ നന്നായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉലമാനെ ഉഖ്റവിയായ ഉലമാന്റെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. മൺമറഞ്ഞുപോയ ഉസ്താദവറുകൾ ഓർമ്മപ്പെടുത്തിയ നമ്മുടെ വലിയ വലിയ മഹത്തുക്കൾ, മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീദ്, അതുപോലെ മഹാനായ ശൈഖുനാ നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീദ്, അതുപോലെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീദ്, മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീദ്, അതുപോലെ മഹാനായ ശൈഖ് സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പോസോട്ട്. അങ്ങനെ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ജീവിച്ച നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ജീവിച്ച് വഫാത്തായി പോയ മഹാനായ ശൈഖുനാ താജുൽ ഫുഖഹ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീദ്, അതുപോലെ മഹാനായ താജു ശരിയ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീദ്, മഹാനായ ശൈഖുനാ ശറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് വലിയ വലിയ മഹത്തുക്കളൊക്കെ നമ്മോട് യാത്ര ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെയൊക്കെ ആ ദറജകൾ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. ആ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ആശയം, ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സർക്കിൾ മഹലിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് നേട്ടങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിനെല്ലാം ഇപ്പോൾ നേതൃത്വമായി മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ ഉസ്താദടക്കം ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാ ഉസ്താദുമാർക്കും ഈ ഷേരിയിലുള്ള മുഴുവൻ ഉലമാക്കൾക്കും അല്ലാഹുവേ ആഫിയത്തും ദീർഘായുസ്സും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നുസ്രത്തുൽ ഇസ്ലാം ബദരിയത്ത് കമ്മിറ്റിയുടെ ഈ 50-ാമത്തെ വാർഷികം ഞങ്ങളെ വെക്കുന്ന നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ആ കമ്മിറ്റിയിൽ മെമ്പറായി പ്രവർത്തിച്ച പലരും ഇന്ന് നമ്മുടെ ഈ കൂട്ടത്തിലില്ല.
ഖബർ എന്ന് പറയുന്ന മണ്ണറയിലാണ്. അള്ളാഹു അവരുടെ ഒക്കെ ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാ. അവരുടെയൊക്കെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫിയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ ത്വാഅത്തിലും നിന്റെ പൊരുത്തത്തിലുമായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാ. ഇന്ന് രാവിലെ പുത്തൂർ താലൂക്കിലെ ചെന്നാറ, വെള്ളാരൻ്റെ അടുത്തുള്ള ചെന്നാറയിൽ ഒരു മുഅല്ലിമത്തായ ഒരു സാലിസ മരിച്ചുപോയി. മർക്കസുൽ ഹുദാ കുംബ്ര മഹിള കോളേജിൽ നന്നായി പഠിച്ച് അവിടെ നന്നായി ഉഷാറായി ക്ലാസ് എടുത്ത നമ്മുടെ സാലിസ ഒരു സഖാഫി ഉസ്താദുമായി നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിളയായി 4 കുട്ടികൾക്ക് ജന്മം നൽകി. ശേഷം സാലിസാക്ക് മാരക രോഗം പിടിപെട്ട് എൻ്റെ മകൾ ഫാത്തിമയുടെ കൂടെ മർക്കത്തിൽ കഴിഞ്ഞുകൂടിയ സാലിസ ഇന്ന് രാവിലെ വഫാത്തായി. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ 2 കുട്ടികളുടെ മാർക്കം കഴിച്ചു കാണണമെന്ന് സാലിസാക്ക് വലിയ ആഗ്രഹമുണ്ടായി. സാലിസാന്റെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ച് ഇന്നലെ രാവിലെ 2 മക്കള് സുന്നത്ത് കഴിച്ച് പണിയിൽ കൊണ്ട് കിടത്തി. ആ മാർക്കം കഴിച്ച 2 പിഞ്ചു മക്കളെ ആ സന്തോഷം കണ്ടിട്ട് ഇന്ന് രാവിലെ സാലിസ വഫാത്തായി പോയി. ഞാനും പോയി യാസീൻ ഓതാൻ കരുതിയതാണ്. പിന്നെ അങ്ങോട്ട് പോയാലും പിന്നെ ഇങ്ങോട്ട് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളെ ഞാൻ മകള് പോയിട്ട് യാസീൻ ഇപ്പൊ കഴിഞ്ഞ റഹ്മുറാഹിമീനായ റബ്ബെ അനുഭവിച്ച രോഗങ്ങൾ, മാരക രോഗമാണ് അനുഭവിച്ച രോഗങ്ങൾ സാലിസ കൊടുത്തു കൊടുക്കാൻ നീ കാരണമാക്കണേ അല്ലാ. സാലിസാന്റെ ദറജ നീ ഉയർത്തണേ അല്ലാ. മർക്കസ് കോളേജിൽ നന്നായി ഉഷാറായി പഠിച്ച് വർഷങ്ങളോളം മർക്കസ് കോളേജിൽ ടീച്ചറായി കഴിഞ്ഞ സാലിസ അല്ലാഹുവേ ചെറുപ്പക്കാരത്തിയാണ്. ഭർത്താവിനെയും 4 മക്കളെയും വിട്ട് സാലിസ ഇന്ന് ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്ലാഹുവേ നീ ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ആ രൂപത്തിൽ അല്ലാഹുവേ ഞങ്ങളുടെ ശ്മശാന ഭൂമിയിൽ മറ്റുള്ള ശ്മശാന ഭൂമികളിൽ മറപ്പെട്ട് കിടക്കുന്ന അല്ലാഹു ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവരുടെയും ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാ. എല്ലാവരുടെയും പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ആഖിബത്ത് നന്നായി നിന്നെ കൊള്ള മടങ്ങാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദ്, അതുപോലെ കഴിഞ്ഞ രാത്രി വന്നുപോയ മഹാനായ ശൈഖുനാ പേരോട് ഉസ്താദ്, അത് മഹാനായി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബദറുൽ സാദാത്ത്, ഇങ്ങനെയുള്ള മഹാന്മാരായ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും മഹാന്മാർക്കും ഒക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.